ഗ്രാമങ്ങളുടെ സ്പന്ദനം അറിയാൻ വീണ്ടും നമ്മൾ ഒരു ചെറിയൊരു ഗ്രാമീണ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്. രണ്ട് സൈഡിൽ കൂടെയും വെള്ളം ഒഴുകുന്നുണ്ട്. ഒന്ന് കനാലാന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ നല്ല അടിപൊളി എരിക്കിൻ്റെ ഇല നിൽക്കുന്നുണ്ട്. അപ്പോൾ എരിക്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സമീപത്തായിട്ട് തന്നെ നമുക്ക് ധാരാളം നെൽപ്പാടങ്ങൾ കാണാം. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന നെൽപ്പാടങ്ങൾ. നമുക്ക് തമിഴ്നാട്ടിൽ ഇറങ്ങുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേപോലെ നെൽകൃഷി കാണാം. പിന്നെ ഇവിടെ തന്നെ നമുക്ക് നമ്മളെ ശ്രദ്ധ ആകർഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ താമരയാണ്, വെള്ളത്താമര. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ സ്പ്രെഡായി കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു കൃഷിയാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോയപ്പോഴത്തേന് മണൽ കൂട്ടിയിട്ടേക്കുന്നുണ്ട്. അപ്പം മണലാണെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മണലല്ല, നെല്ല് കൂട്ടിയിട്ടേക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായത്. സംഭവം എന്തായാലും കൊള്ളാം. വീണ്ടും ഹൈവേയിലോട്ട് പ്രവേശിച്ചു. അപ്പം ഇവിടെ നമുക്ക് ഒരുപാട് ലോറികൾ പാർക്ക് ചെയ്തേക്കുന്നുണ്ട്. ഇതിലെല്ലാം നമ്മുടെ കാറ്റാടിയുടെ പങ്കായമാണ്. അപ്പം ഒരുപാട് ലോറികളുണ്ട്. അപ്പം എന്തുമാത്രം നീളമുണ്ട് എന്ന് നോക്കുക. ഇതൊക്കെ ഒരുപക്ഷെ രാത്രിയിലായിരിക്കും സർവീസ് ചെയ്യുന്നത്. പിന്നെ തമിഴ്നാട്ടിലായതുകൊണ്ട് കുഴപ്പമില്ല. നല്ല അടിപൊളി ഹൈവേകളുള്ളതുകൊണ്ട് സുഖമായി ഇവർക്ക് യാത്ര ചെയ്യാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്.